നമസ്കാരം. നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട്. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തും. താൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു. ഇത്ര വലിയ തുറമുഖം ഗൗതം അദാനി കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा शायद करने के लिए तैयार रहना पड़ेगा. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി തരൂരും ഇവിടെയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന്. ഇതാണ് മാറ്റമെന്ന് സ്വാഗത പ്രസംഗികനായ വി.എൻ. വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടി പ്രധാനമന്ത്രി പരിഹസിച്ചു. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കും പ്രാഥമിക പരിഗണന നൽകി. നമ്മുടെ കേരളത്തിൽ ആളുകൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതിയും മന്ത്രി ജോർജ് കുര്യനും പങ്കെടുത്തു. പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാനായി. നമുക്കൊരുമിച്ച് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത് എന്നു പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി വി.എൻ. വാസവൻ, എം.പിമാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, എം.എൽ.എ. എം. വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം.പി. നയിക്കുന്ന മഹിളാ സഹയാത്രയ്ക്ക് വല്ലപ്പുഴയിൽ സ്വീകരണം നൽകി. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി. സംഗീത സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം.പി. നയിക്കുന്ന യാത്രയ്ക്കാണ് വല്ലപ്പുഴയിൽ സ്വീകരണം നൽകിയത്. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി. സംഗീത സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടേഷൻ കൊടുത്ത പോലെയാണ് നമ്മുടെ മക്കളെ ഈ കഴിഞ്ഞ ജനുവരി മുതലുള്ള ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയായ മുഖ്യമന്ത്രിക്കുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ്, പോലീസ് സേനയ്ക്കും എക്സൈസിനുമൊക്കെയുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭരണം നിലനിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികളെ വളരെയധികം വിനാശകരമായ ഒരു ലോകത്തിലേക്കാണ് സർക്കാർ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തണം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ പുറത്തുകൊണ്ട് അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ UDFന്റെ ഗവൺമെന്റ് വരാൻ വേണ്ടി നമുക്ക് നന്നായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഈ മണ്ഡലം തലത്തിലേക്ക് യാത്ര വരുന്നത് സ്ത്രീകളാണ് ഏറ്റവും വലിയ
ഓരോ പ്രദേശത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓരോ പൾസ് മനസ്സിലാക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. ആ സ്ത്രീകളോട് ഇന്നത്തെ രാഷ്ട്രീയം സംസാരിക്കാനും ഇന്നത്തെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ ഭരണ വൈകല്യങ്ങൾ എടുത്തു കാണിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയാണ് ഈ മണ്ഡല തലത്തിലേക്ക് ഈ യാത്ര വരുന്നത്. OK ഫാറൂഖ്, സിന്ധു രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാംദാസ്, സെയ്ദ് കോടനാട്, അനിത, പ്രിയ, ബിന്ദു സന്തോഷ്, സാലിമ സിദ്ദീഖ്, കളത്തിൽ ദാവൂദ്, നാസർ ചുരക്കോട്, CK ഉബൈദ്, ഇക്ബാൽ, മൻസൂർ ചുരക്കോട്, റഫീഖ് പാട്ടായ, CT യൂസഫ്, ഹക്കീം ചുരക്കോട്, ഹസീന ആലിക്കൽ, സിന്ധു വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അഡ്വക്കേറ്റ് ജെബി മേത്ത മറുപടി പ്രസംഗവും നടത്തി. പ്രശസ്ത സിനിമ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടക്കും. സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണു പ്രസാദ്. വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ പരിചയം. വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. പിന്നീട് സീരിയലുകളിലും വിഷ്ണു പ്രസാദ് സജീവമായിരുന്നു. പട്ടാമ്പി ടൗൺ പാർക്കിലേക്ക് ചെടികളും തണൽ വൃക്ഷങ്ങളും നൽകി പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ വേളേരി മഠം. മുഹമ്മദ് മൂസിൻ MLA ഏറ്റുവാങ്ങി. പട്ടാമ്പി ഭാരതപ്പുഴയെടുത്ത് സജ്ജമാകുന്ന ടൗൺ പാർക്കിലേക്ക് ആവശ്യമായ ചെടികളും തണൽ വൃക്ഷങ്ങളുമാണ് വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരി മഠം കൈമാറിയത്. മുഹമ്മദ് മൂസിൻ MLA ചെടികളും വസ്തുക്കളും ഏറ്റുവാങ്ങി. വിദേശി അടക്കമുള്ള പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ, തണൽ വൃക്ഷങ്ങൾ എന്നിവയാണ് നൽകിയത്. 50ഓളം സസ്യങ്ങളാണ് കൈമാറിയത്. അടുത്ത ദിവസം ഇവ പട്ടാമ്പി ടൗൺ പാർക്കിൽ സ്ഥാപിക്കും. നിലവിൽ പട്ടാമ്പി ടൗൺ പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് ടൗൺ പാർക്ക് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ടൗൺ പാർക്ക് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നമ്മുടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴക്ക് സൈഡിലായിട്ട് പുതിയ പാർക്ക് MLA ഫണ്ടിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. പൂർണ്ണമായി MLA ഫണ്ടിൽ നിർമ്മിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മുരളി വേളേരി മഠം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം അദ്ദേഹം പരിപാലിച്ച നിരവധിയായിട്ടുള്ള ചെടികൾ അതിനുവേണ്ടി പിന്നെ പാർക്കിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ദീർഘകാലമായി തണൽ മരങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നെ പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലങ്കാര ചെടികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും നന്നായി പരിപാലിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന, അവർക്ക് തണൽ നൽകുന്ന, മനോഹരമായിട്ട് അവരുടെ മൊമെന്റുകൾക്ക് പിന്നെ കളറ് പകരാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി. കുമ്പിടി വെൽക്കം തായ്ക്കൊണ്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ കുമ്പിടിയിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ പരേഡ് നടത്തി. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലചന്ദ്രൻ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. തായ്ക്കൊണ്ടോ പരിശീലകൻ K പ്രതീഷ്, പരിശീലകരായ TV അലി, ഇർഫാൻ, വിഷ്ണു രാജൻ, ജനീഷ, ഷെറിൻ, സതീഷ് തുടങ്ങി തായ്ക്കൊണ്ടോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശനമെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹ സമ്മാനങ്ങൾ നൽകി മുൻ അധ്യാപകന്റെ മാതൃക. ഞാങ്ങാട്ടിരി സ്കൂളിലെ മുൻ അധ്യാപകനായ ദാമോദരൻ നമ്പൂതിരി മാസ്റ്ററാണ് പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലേക്ക് പുതുതായി ചേർന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ K പ്രീത നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ P അനിൽകുമാർ, PTA പ്രസിഡന്റ് CV സുധീർ കുമാർ, മനോജ് കറോളി, TK വാണി, K കൃഷ്ണൻ, ജ്യോതി, M താഹിർ, ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി SCUP സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാറും കുട്ടികൾക്കായി ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ നിർവഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, P രാജു, മിനി VK, മുഹമ്മദ് സൽമാൻ മാസ്റ്റർ, പ്രബിത OS എന്നിവർ സംസാരിച്ചു. 4 സെഷനുകളിലായി CRC കോർഡിനേറ്റർ ശാലിനി K, കേംബ്രിഡ്ജ് സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ഷാജി മോനായി, മോട്ടിവേഷണൽ ട്രെയിനർ P സക്കീർ ഹുസൈൻ, ഗായകൻ നിസാർ അഹമ്മദ് എന്നിവർ ക്ലാസുകൾ നേതൃത്വം നൽകി. UP വിഭാഗത്തിലെ 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും ആനന്ദവും പകർന്നു.
ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് രംഗത്ത്. പോസ്റ്റർ പതിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ലഹരിക്കെതിരെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലും പോസ്റ്റർ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പട്ടാമ്പി യൂണിറ്റ് രക്ഷാധികാരി സത്താർ സ്പൈസി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിക്ക് പോസ്റ്റർ നൽകിക്കൊണ്ടായിരുന്നു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. യൂണിറ്റ് സെക്രട്ടറി മോഹൻദാസ് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സൈനുദ്ദീൻ, ട്രഷറർ സുബൈർ പട്ടാമ്പി, മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സഹോദരങ്ങൾ അക്രമാസക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ KHRA എന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലെ ഒരു പോസ്റ്റർ പതിച്ചുകൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കറുകപ്പുത്തൂർ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന TSL സീസൺ 4 തുടക്കമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. കറുകപ്പുത്തൂരിൽ നിന്നും റോഡ് ഷോയോടുകൂടിയാണ് പ്രിയ താരത്തെ സംഘാടകർ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത്. തീവ്രവാദത്തിനെതിരെയും ലഹരിക്കെതിരെയും നാടിനും സമൂഹത്തിനും വലിയൊരു സന്ദേശം നൽകിയാണ് TSL സീസൺ 4 തുടക്കം കുറിച്ചത്. ജനറൽ സെക്രട്ടറി സുലൈമാൻ ബെസ്റ്റ് ബേക്കറി സ്വാഗതം പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് ഷജീർ MS അധ്യക്ഷനായിരുന്നു. മെയ് 1, 2, 4 തീയതികളിൽ നടക്കുന്ന TSL സീസൺ 4 20 ടീമുകളിലായി 200 കളിക്കാർ ബൂട്ട് കെട്ടും. വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, സ്പോൺസർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. SYS പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലാശയ ശുചീകരണത്തിന് തുടക്കമായി. വല്ലപ്പുഴ, മുടുക്കുന്നിക്കുളം ശുചീകരിച്ചായിരുന്നു തുടക്കം. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് SYS പട്ടാമ്പി സോൺ കമ്മിറ്റി ജലാശയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. വല്ലപ്പുഴ പഴയ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ മുടുക്കുന്നിക്കുളം ശുചീകരിച്ചുകൊണ്ട് പരിപാടിയുടെ പട്ടാമ്പി സോൺ ഉദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഫീഖ് പറക്കാടൻ നിർവഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി മെയ് 31 വരെ സോൺ പരിധിയിലെ 6 സർക്കിളുകളിൽ ശുദ്ധജല വിതരണം, യൂണിറ്റ് പരിധിയിലെ വീടുകൾ കേന്ദ്രീകരിച്ച് 2000 തണ്ണീർക്കുടം സ്ഥാപിക്കൽ, പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും വിധം തണ്ണീർ പന്തൽ സ്ഥാപിക്കൽ, ക്യാമ്പയിൻ സന്ദേശം, ലഘുലേഖ വിതരണം, ബോധവൽക്കരണം, കുടിവെള്ള പദ്ധതി സമർപ്പണം തുടങ്ങിയ പരിപാടികളും നടക്കും. ചടങ്ങിൽ SYS പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉസ്മാൻ സക്കാഫി കോഴിക്കോട്രി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സയദി, SYS ജനറൽ സെക്രട്ടറി UA റഷീദ് അസ്ഹരി, ജില്ലാ ഡയറക്ടറേറ്റ് അംഗം സിദ്ദിഖ് സക്കാഫി, സാമൂഹിക സെക്രട്ടറി നിസാമുദ്ദീൻ സക്കാഫി, ക്യാബിനറ്റ് അംഗം മുസ്തഫ അർഷദി, റഫീഖ് സക്കാഫി, അജ്മൽ ഹാദി, ഹബീബ് സക്കാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സംസ്ഥാന മാസകലം ജലസംരക്ഷണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ്. ഈ ചൂട് ശക്തമായ വേനൽക്കാലത്ത് മനുഷ്യരും നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ ദാഹജലത്തിനും നിത്യോപയോഗത്തിനും വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു തിരിച്ചറിവിലാണ് ഈ ഓരോ ഉഷ്ണകാലത്തും ശുദ്ധജല വിതരണം ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കുള്ള പൊതുജലാശയങ്ങളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള പക്ഷിമൃഗാദികൾക്ക് തണ്ണീർക്കുടങ്ങൾ ഉൾപ്പെടെയുള്ള ജലസംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ SYS ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തി വരുന്നു. നമ്മുടെ പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സർക്കിളിലെ മുടുക്കുന്നിക്കുളത്താണ് ഇന്ന് ജലാശയ ശുചീകരണം നടക്കുന്നത്. കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ശൈവാഗമ പൂജ എന്ന പടിപൂജ ഇന്ന് പ്രതിഷ്ഠാദിനത്തിന് തലേദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ വിശേഷാൽ പൂജ നടത്തിവരാറുള്ളത്. ഏപ്രിൽ 2 വെള്ളിയാഴ്ച വൈകിട്ടാണ് പൂജ. ശബരിമല കഴിഞ്ഞാൽ പടിപൂജ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രം. ലോക തൊഴിലാളി ദിനത്തിൽ SBI ലൈഫ് പട്ടാമ്പി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ടീം ലയൺസ് ആൻഡ് ടീം ചാമ്പ്യൻസിന്റെ സഹകരണത്തോടെ കൾച്ചറൽ ഫെസ്റ്റ് നടത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന പട്ടാമ്പി താലൂക്ക് തല മെഗാ തിരുവാതിരക്കളി മത്സരത്തിൽ ചാലിശ്ശേരി പടിഞ്ഞാറേപ്പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. വ്യാഴാഴ്ച പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. കൾച്ചറൽ ഫെസ്റ്റിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ S അൻഷാദ്, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, SBI ലൈഫ് പാലക്കാട് സീനിയർ ഡിവിഷൻ മാനേജർ TD സതീഷ്, പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ്, ഉപകരണ സംഗീത അധ്യാപകൻ VV വാസുദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു.
കൂടല്ലൂരിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടല്ലൂർ കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ 16 വയസ്സുള്ള ഇബ്രാഹിം ബാദുഷയെയാണ് വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഖബറടക്കം വെള്ളിയാഴ്ച കൂടല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.